സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുന്നുണ്ടല്ലേ. എന്നാൽ ഇങ്ങനെയുള്ളവർ കൊടും കുറ്റവാളികളല്ല, വെറുക്കപ്പെട്ട സ്ത്രീകളുമല്ല. അവരെ ഒറ്റപ്പെടുത്തുന്നതിന് മുൻപ് സമൂഹം ചില വസ്തുതകൾ കൂടി മനസ്സിലാക്കണം. നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം അമ്മ കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ പല കാരണങ്ങൾ കാണാം. തിരുവനന്തപുരം വാമനപുരം കണിച്ചോട് 1 വയസ്സുകാരിയുടെ മരണത്തിൽ അന്വേഷണമെത്തിയത് അമ്മ അശ്വതിയിലേക്കാണ്. പ്രസവാനന്തരമുള്ള മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കുഞ്ഞിന് ഓട്ടിസം ഉണ്ടെന്ന സംശയത്താൽ കഴുത്ത് ഞെരിച്ച് കൊന്നെന്നാണ് അമ്മ അശ്വതിയുടെ മൊഴി. വാമനപുരം കണിച്ചോട് സ്വദേശി അശ്വതിയുടെയും സുഭാഷിന്റെയും മകൾ പവിത്രയെ കഴിഞ്ഞ ദിവസമാണ് ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊഴിലുറപ്പിന് പോയ അമ്മൂമ്മ തിരികെ വന്നപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത്. 1 വയസ്സും 1 മാസവും മാത്രമാണ് കുഞ്ഞിന്റെ പ്രായം. ചലനമറ്റ നിലയിൽ കിടന്ന കുഞ്ഞിനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആശുപത്രി അധികൃതരാണ് സംഭവം പോലീസിനെ അറിയിച്ചത്. കുഞ്ഞിന്റെ കഴുത്തിൽ പാടുകൾ കണ്ടത് കേസിൽ ദുരൂഹത വർദ്ധിപ്പിച്ചു. കുഞ്ഞിന്റെ ചുണ്ട് പൊട്ടിയതായും കണ്ടെത്തിയിരുന്നു. തുടർന്ന് അമ്മ അശ്വതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ താൻ കുഞ്ഞിനെ കൊന്നതാണെന്ന് സമ്മതിക്കുകയായിരുന്നു. കുട്ടിയെ കഴുത്തു ഞെരിച്ച് കൊന്നതെന്നാണ് അശ്വതിയുടെ മൊഴി. പ്രസവശേഷം ചില സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക വ്യതിയാനം അശ്വതിക്കുണ്ടായിരുന്നതായാണ് വിവരം. ഇതുമൂലം കുഞ്ഞിന് എന്തൊക്കെയോ അസുഖങ്ങളുള്ളതായും വളർച്ചക്കുറവാണെന്നും ഇവർ സംശയിച്ചിരുന്നു. കുട്ടികളുടെ വളർച്ച സംബന്ധിച്ച് വിവരങ്ങൾ യുവതി യൂട്യൂബിലും ഇന്റർനെറ്റിലും തിരഞ്ഞിരുന്നതായും പോലീസ് കണ്ടെത്തി. നിരവധി ചൈൽഡ് മാഗസിനുകളും അശ്വതി സ്ഥിരമായി വായിച്ചിരുന്നു. ഇത്തരത്തിലുണ്ടായ മാനസിക പിരിമുറുക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.